അള്ളാന്റെ ഖുർആൻ പറയാണ് തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ്. അല്ലാഹുവിന്റെ ആയത്തുകൾ അത് അതിന്റെ മനസ്സിനെയും അവന്റെ ശരീരത്തിനെയും സ്വാധീനിക്കുകയാണ്. അവന്റെ ശരീരത്തിലെ തൊലികളെ വരെ രോമാഞ്ച പുളകിതമാക്കുകയാണ്. റബ്ബിനെ പേടിക്കുന്നവർക്ക് അവരേറ്റവും ലോല പെരുമാറ്റത്തിലേക്ക് മാറ്റുകയാണ്. അവരുടെ കൽബുകളെ ആ ഖുർആൻ നന്നാക്കുകയാണ്. എന്താ പണി? ഖുർആൻ അനുസരിച്ച് ജീവിക്കാം. നമ്മൾ ആരാവുക? ഓതുന്ന ഖുർആന് പകരം ജീവിക്കണ ഖുർആനാകുക. നമ്മുടെ ജീവിതം മൊത്തം ഖുർആനാകുക. ആയിഷ റളിയല്ലാഹു അൻഹ നബി തങ്ങളെ കുറിച്ച് പറഞ്ഞു, നബി തങ്ങളുടെ സ്വഭാവം ഖുർആനായിരുന്നു. നമ്മളൊരു വിശുദ്ധ ഖുർആനിന്റെ പഠിതാവായ ഒരു ഖുർആനിന്റെ ആളാണെങ്കിൽ ഒരു ഭാര്യനോട് മോശപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് പെരുമാറ്റത്തിന് ആകെയും വയലൻസ് കാണിക്കുന്ന ഒരു ഭർത്താവിനെ നിങ്ങൾക്ക് ആകാൻ കഴിയില്ല. ദീനി രംഗത്ത് ഖുർആനിന്റെ പഠിതാവായി താല്പര്യപൂർവ്വം ദീന് മനസ്സിലാക്കുന്ന ഒരു പെണ്ണാണെങ്കിൽ ആ പെണ്ണിന് ഭർത്താവിനോട് നീരസം കാണിക്കാൻ, അതല്ലെങ്കിൽ ഒരു പുച്ഛഭാവത്തോടെയുള്ള പെരുമാറ്റത്തിന് ഒരു ഭാര്യക്ക് കഴിയില്ല. ഒരു സഹപാഠിക്ക് മരണം വിധിക്കുന്നതിന് പകരം സ്നേഹം പകർന്നു കൊടുക്കുന്ന ഒരു കുട്ടിയെ ഖുർആനിലൂടെ നമുക്ക് മാറ്റാൻ കഴിയും. ഖുർആനിനെ ജീവിതം കൊണ്ട് ധന്യമാക്കിയ ആളുകൾ ഈ നാട്ടിൽ നിന്ന് മരിച്ചു പോകുമ്പോൾ സമൂഹം അവരെ ഓർത്തുകൊണ്ട് വേദനിക്കും. അവർ ഒരിക്കലും സമൂഹത്തിന് വേദനയാകില്ല. അവരെ ഓർത്തുകൊണ്ട് വേദനിക്കുന്നവരായി മാറും. അവരൊരാളെയും കണ്ണീര് കുടിപ്പിക്കില്ല. ആ ഖുർആനിനെ യഥാർത്ഥ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ അവർ ഇരുന്ന് കരയും. അവർ ഒരാളെയും കരയിപ്പിക്കില്ല. മാതാപിതാക്കൾ അവർ വേദനിപ്പിക്കില്ല. അവർ ഭാര്യ ഭർത്തുക്കളെ, മക്കളെ, പ്രിയപ്പെട്ട അയൽവാസിയെ, തന്റെ സഹപാഠി സുഹൃത്തുക്കളെ ഒരാളെയും വേദനിപ്പിക്കാത്തവനായി മാറും. വഇദാ സമിഉ മാ അൻസല ഇല റസൂലി തറാ അയുനഹും തഫീദു മിനദ്ദംഇ മിമ്മാ അറഫൂ മിനൽ ഹഖ്. അവരുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീർ പൊഴിക്കും. യഖൂലൂന, അവർ പ്രാർത്ഥിക്കും, റബ്ബനാ ആമന്നാ ഫക്തുബ്നാ മഅശ്ശാഹിദീൻ. ഇതിനൊക്കെ സാക്ഷികളായവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കും. അതുകൊണ്ട് നമ്മളോട് അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, നിങ്ങൾക്ക് ഈ ഖുർആൻ ഏറ്റവും അനുഗ്രഹീതമായ വഴിയിലേക്ക് നിങ്ങളെ നടത്തും. അതുകൊണ്ട് നമ്മൾ ഇത് നന്നായി പഠിക്കണം, പാരായണം ചെയ്യണം. ഇഖ്റഉൽ ഖുർആന ഫഇന്നഹു യഅതി ശാഫിഅൻ ലി അസ്ഹാബി. ഖുർആൻ നന്നായി ഓദിക്കൂ. നാളെ പരലോകത്ത് ഒരാളും രക്ഷിക്കാനില്ലാത്ത ദിവസത്തിൽ ഖുർആൻ അതിനുവേണ്ടി ശുപാർശ പറയും. അൽ ബഖറയും ആലി ഇംറാനും നന്നായി ഓദിക്കോ. ഖിയാമത്ത് നാളിൽ സംരക്ഷണം തരുന്ന സൂറത്തുകളാണ്. സൂറത്തുൽ ബഖറ നന്നായി ഓദിക്കോ. ഫഇന്ന അഖദഹാ ബറകത്തുൻ, അത് നിങ്ങൾക്ക് ബറക്കത്താണ്. ഫഇന്ന വതർകഹാ ഹസറത്തുൻ, ബഖറ നിങ്ങൾ പാരായണം ചെയ്യുന്നത് ഒഴിവാക്കിയാൽ നഷ്ടമാണ്. വലാ തസ്തതിഉഹൽ ബത്വല, യോദ്ധാക്കൾക്കല്ലാതെ ധീരന്മാർക്കല്ലാതെ അത് കഴിയൂല. ഓതാൻ തുടങ്ങണം. ആളുകൾ ചോദിക്കും, ബറക്കത്തുണ്ടാകാൻ എന്താ ചെയ്യേണ്ടത്? ബറക്കത്തുണ്ടാവാൻ ഖുർആൻ പറയുന്നു, ഖുർആൻ എത്ര നമ്മൾ ഓതുന്നുണ്ടോ അതിനനുസരിച്ച് നമുക്ക് ബറക്കത്ത് കൂടിക്കൊണ്ടിരിക്കും. വിശുദ്ധ ഖുർആൻ എത്ര നമ്മൾ ഓതുന്നോ അത്രയാണ് പരലോകത്ത്. ഫഇന്ന മൻസിലതക ഇൻദ ആഖിരി ആയത്തിൻ തഖറഉഹാ, നീ ഖുർആൻ ഓതി എവിടെയാണോ ദുനിയാവിൽ അവസാനിക്കുന്നത് അവിടെയാണ് സ്വർഗത്തിലും നിനക്ക് സ്ഥാനം. അതിനനുസരിച്ചുകൊണ്ട് സ്വർഗത്തിലെ സ്ഥാനം കൂടും. ഈ ഖുർആനിനെ മാറ്റിവെച്ചു ജനങ്ങൾ. പകരം മാലയും ഹദ്ദാദും റാത്തീബും അടക്കം. ഇന്ന് രാവിലെ ഞാൻ ഒരാവശ്യാർത്ഥം ഇങ്ങനെ ഫോണിൽ സ്വലാത്തുമായി ബന്ധപ്പെട്ടൊരു കാര്യത്തിന് വേണ്ടി സെർച്ച് ചെയ്തപ്പോൾ ഒരു സ്വലാത്തിന്റെ ചാനലിൽ ലൈവ് നടക്കുകയാണ്. സ്വലാത്തുൽ ഫാത്തിഹ എന്ന് പറഞ്ഞുകൊണ്ട് പുലർച്ചെ രാവിലെ 5:30 മണിക്ക് 25,000 ആളുകൾ ആ ചാനൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലൈവായിട്ട് കണ്ടു. എന്താ ചാനൽ? സ്വലാത്തുൽ ഫാത്തിഹ. ഒരു മനുഷ്യനുണ്ടാക്കി അയാളുടെ കച്ചവടത്തിന്, അയാൾക്ക് ജീവിക്കാൻ വേണ്ടി ഒരു സ്വലാത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ കമന്റുകളും പ്രാർത്ഥനകളും എന്തൊക്കെ കറാമത്തുകളും പറഞ്ഞ് ഇസ്ലാമിലില്ലാത്ത സ്വലാത്തുകളും ഹദ്ദാദും ഖുത്തറാത്തീബും കൊണ്ടുവന്ന് നിറച്ച് ഈ സമൂഹത്തിന് ഖുർആനിൽ നിന്ന് ഛിന്ന ഭിന്നമാക്കിയപ്പോൾ നാട്ടിലുണ്ടായ പ്രശ്നങ്ങളുടെ ഉത്തരവാദിത്വം ആർക്ക് ചാർത്തണമെന്ന് ചിന്തിക്കണം.